ഇപ്രാവശ്യം ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നില്ലേ നമ്മളെല്ലാവരും. അപ്പം അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ മക്കൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓണം എക്സാം ഉണ്ട്. ഓഗസ്റ്റ് 20 മുതൽ 27 തീയതി വരെയാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം എക്സാം നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു മാസമേ സമയമുള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഈ ഓണം എക്സാമിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യണം, റിവിഷൻ നടത്തണം. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ എക്സാം ആണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ സിലബസ് ആണ്, മാറിയ ടെക്സ്റ്റ് ബുക്കും പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ആദ്യത്തെ പരീക്ഷ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാത്സിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആംഗിൾസ്, കോണുകൾ, വൺ ഫ്രാക്ഷൻ, മെനി ഫോംസ്, ഒരു ഭിന്നം പല രൂപം, വോളിയം, വ്യാപ്തം, അരിത്തമെറ്റിക് ഓഫ് പാർട്സ്, ഭാഗക്കണക്കുകൾ. അപ്പോൾ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മാത്സിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് സോഷ്യൽ നോക്കുകയാണെങ്കിൽ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും, ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല രാഷ്ട്രങ്ങൾ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, രാഷ്ട്രവും ഗവൺമെന്റും, ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ഇവിടെയും നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് സോഷ്യലിലും. അപ്പോൾ മാത്സിലും 4 ചാപ്റ്റേഴ്സ് ആയി. ഇനി ബേസിക് സയൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം, മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിയം, കാന്തിക ലോകത്തെ അത്ഭുതം, ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രേറ്റ്, നിവർന്നു നിൽക്കാം. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ബേസിക് സയൻസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ് ആണ്. അമൃതം നുകരാം, നടുകിൽ തിന്നാം. ഈ 2 യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയധികം ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. 1, 2, 3, 4 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് യൂണിറ്റിലും, 1, 2, 3 ചാപ്റ്റേഴ്സ് രണ്ടാമത്തെ യൂണിറ്റിലുമായിട്ട് നിങ്ങൾക്ക് മലയാളം ഫസ്റ്റിൽ 2 യൂണിറ്റും ഇത്രയധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിന് വരുന്നുണ്ട്. ഇനി മലയാളം സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അടുത്തത് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ് ആണ്. ഓഫ് മെനി ഹ്യൂസും ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺസും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞ് ചാപ്റ്റേഴ്സും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റുകളാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലും നിങ്ങൾക്ക് ആദ്യത്തെ 2 യൂണിറ്റ് ആണ് എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ബാക്കി അറബിക്, സാൻസ്ക്രിറ്റ്, ഉറുദുവിലൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ 2 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ ഏകദേശം നമ്മുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ മക്കളെ. അപ്പോൾ ഇത്രയധികം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ബാച്ചിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഓണം എക്സാമിനുള്ള പോർഷൻസ് സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് 1 യൂണിറ്റും കൂടി, ഒരു ചാപ്റ്ററും കൂടിയേ പഠിക്കാനുള്ളൂ. അതോടെ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റിവിഷനുള്ള സമയം എല്ലാം കിട്ടും. അപ്പോൾ ഇനിയും ഞാൻ എവിടെയും തുടങ്ങിയിട്ടില്ല, പഠിച്ച് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള ടെൻഷൻ അടിക്കുന്ന മക്കളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് ഉണ്ട്. നമ്മുടെ യുവ ബാച്ചിൻ്റെ ഫൈനൽ ബാച്ച് ഓറിയൻറ്റേഷൻ നടക്കുകയാണ് നാളെ കറക്റ്റ് 7 മണിക്ക്. അപ്പോൾ മക്കളെല്ലാവരും ആ ഒരു ലൈവിൽ ജോയിൻ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും എങ്ങനെ പഠിച്ചെടുക്കാം, ആ ഒരു വിചാരിച്ച സമയത്തിനുള്ളിൽ ഈ പോർഷൻസ് ഒക്കെ പഠിച്ചു തീർത്ത് എങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം. അപ്പോൾ ഇനിയും വൈകിട്ടില്ല മക്കളെ, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പ്രോപ്പർ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സിലബസ് കവർ ചെയ്യാനും നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് വിചാരിച്ചതിലും അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ലൈവിലൂടെ തന്നെ ആ ഡൗട്ടെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഒരു ചാപ്റ്റർ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതിന് ശേഷം എക്സ്ട്രാ ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചറിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ആ ചാപ്റ്റർ പ്രോപ്പറായിട്ട് പഠിച്ചു എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലൂടെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് ചാപ്റ്റർ വൈസ് എക്സാംസും ഇപ്പോൾ മോഡൽ എക്സാമും കൂടി നമ്മുടെ ബാച്ചിലുണ്ട്. മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ, നിങ്ങളുടെ സിലബസ് മാറി ഒരുപാട് പുതിയ കാര്യങ്ങളാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾക്കൊരു എക്സാം നടത്തി പരിശീലനം തരികയാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സാം വരിക, പാറ്റേൺ എങ്ങനെയായിരിക്കും, ടൈം മാനേജ്മെൻറ്റ്, ഈ ഒരു സമയത്തിനുള്ളിൽ എക്സാം എങ്ങനെ എഴുതി തീർക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ മോഡൽ എക്സാം എല്ലാം എഴുതുന്നതിലൂടെ നിങ്ങൾ പരിശീലിക്കുന്ന കാര്യം. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല. സോ ഫൈനൽ ബാച്ച് ഓറിയൻറ്റേഷൻ ആണ് നാളെ കറക്റ്റ് 7 മണിക്ക്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ലൈവിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നേരത്തെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഓണം എക്സാം അടിപൊളിയായിട്ട് നമുക്ക് എഴുതാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.